പടം ഭയങ്കര ഗംഭീരമായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു ത്രില്ലർ മൂവിയാണല്ലോ, അപ്പം ചെയറിൻ്റെ അറ്റത്തിരുന്ന് കാണുന്ന പോലത്തെ ഒരു മൂവി. ഇൻ്റർവെൽ വരെ പെർഫെക്റ്റ് സൈലൻസ് ആയിരുന്നു തിയേറ്ററിനകത്ത്. ചാക്കോച്ചൻ്റെ പെർഫോമൻസ് ഒക്കെ ചാക്കോച്ചൻ്റെ വേറൊരു ലെവൽ ഓഫ് പെർഫോമൻസാണ് കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പം തൊട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചാക്കോച്ചൻ്റെ ആദ്യത്തെ സിനിമ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ചാക്കോച്ചൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് അങ്ങ് പോയേക്കുകയാണ്. ട്രാക്ക് മാറ്റിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ട്രാക്ക് മാറ്റിയാൽ നമ്മൾ കുറച്ച് നാൾ ആയിട്ട് ഇങ്ങനെ ചാക്കോച്ചൻ വേറൊരു ലെവലിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ ചാക്കോച്ചൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ചാക്കോച്ചനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഞാനാകെ ഫ്ലാറ്റായി. കാരണം ചാക്കോച്ചൻ്റെ അപ്പം നമുക്ക് മനസ്സിലായി വേറെ എന്തോ ആണ് വരുന്നതെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഷാഹി കബീറിൻ്റെ പെർഫെക്റ്റ് സ്ക്രിപ്റ്റ്, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളുടെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പോൾ ജോസഫ് ആണെങ്കിലും നായാട്ടാണെങ്കിലും ഇലവീഴ പൂഞ്ചിറയാണെങ്കിലും അങ്ങേറ്റം നല്ലൊരു അതിനേക്കാളും ഗംഭീര ഒരു സാധനമാണ് വരുന്നതെന്നുള്ള മുഴുവനുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഷാഹി കബീറിൻ്റെ ആ സ്ക്രിപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് സ്റ്റാർ എന്ന് പറയുന്നത്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് അത് അടുത്തടുത്ത ലെവലിലേക്ക് വരുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് എപ്പോഴും സ്ക്രിപ്റ്റാണല്ലോ. പിന്നെ ഷാഹി കബീറിൻ്റെ ഗംഭീര ഒരു സ്ക്രിപ്റ്റാണ്. പിന്നെ അതിനുശേഷം ജിത്തുവിൻ്റെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ. പിന്നെ മാർട്ടിൻ ബ്രക്കാട്ട് ബാക്കപ്പായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മ്യൂസിക് ഗംഭീരമായിരുന്നു. പിന്നെ ഒരു പുതുമുഖമാണല്ലോ അന്ന എന്നുള്ള റോള് ചെയ്ത ഐശ്വര്യയുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. പിന്നെ നമ്മുടെ പഴയ കുപ്പിയായിട്ട് കണ്ട കുപ്പിനെ വേറൊരു രീതിയിലാണ് ഇതിനകത്ത് നമ്മൾ കണ്ടത്. എന്തോ എല്ലാം നല്ലതായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഒരു ടീനേജ് പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ആ ടീനേജ് കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുകയല്ല, ഉപദേശമായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു മൂവി കൊണ്ടുവന്ന് ആ മോളുടെ നിങ്ങൾക്ക് ടീനേജ് മെമ്മക്കളുണ്ടെങ്കിൽ അവരുടെ ഒപ്പം കൊണ്ടുവന്നിരുത്തി ഈ മൂവി കാണിക്കുക. ഈ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇതെന്താണെന്നുള്ളൊരു വ്യക്തമായൊരു നേർക്കാഴ്ച തരുന്നൊരു ചിത്രമാണ്. സിനിമ കണ്ടതുകൊണ്ട് ആ ഒരു ചേഞ്ച് വരും തോന്നുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുമല്ലോ, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പേരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ആ ലിമിറ്റേഷൻസ് മാറിയിട്ട് നമുക്ക് ആ പേരൻസിന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന നമ്മളെ മക്കളെ പറഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കുന്നതിനേക്കാളും കുഞ്ഞുമായിട്ട് വന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. അതാണ് എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള വേറൊരു റീസൺ. താങ്ക് യു.